Master Key Academyയുടെ ഏറ്റവും പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. Today we are going to discuss about analytical chemistry. Previous year syllabus നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് analytical chemistry. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് analytical techniquesനെയാണ്. So analytical techniquesനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Number 1, instrumental analytical techniques. Number 2, conventional analytical techniques. അപ്പോൾ analytical techniquesനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻസ്ട്രുമെൻ്റൽ അനലിറ്റിക്കൽ ടെക്നിക്സും കൺവെൻഷണൽ അനലിറ്റിക്കൽ ടെക്നിക്സും. അപ്പോൾ കൺവെൻഷണൽ അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് പരമ്പരാഗതമായിട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടിയെന്ന് വരില്ല. സോ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. സോ നമ്മളിന്ന് വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ അനലിറ്റിക്കൽ ടെക്നിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് കൺവെൻഷണൽ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്സിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 ക്ലാസിഫൈ ചെയ്യാം. ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്സിനെ പ്രധാനമായിട്ടും 5 ക്ലാസിഫൈ ചെയ്യാം. നമ്പർ 1, ഇലക്ട്രോ അനലിറ്റിക്കൽ ടെക്നിക്സ്. നമ്പർ 2, സെപ്പറേഷൻ ടെക്നിക്സ്. നമ്പർ 3, തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ്. നമ്പർ 4, സ്പെക്ട്രോസ്കോപ്പിക്. ആൻഡ് നമ്പർ 5, അതർ സം ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്കിനെ 5 ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇത് പഠിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഓരോന്നിനെയും നമുക്ക് ഷഫിൾ ചെയ്ത് ഓഡ് വൺ ഔട്ടായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇലക്ട്രോ അനലിറ്റിക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആളുകളാണ്. 1, പോളറോഗ്രാഫി. 2, വോൾട്ടാമെട്രി. ആൻഡ് തേർഡ് വൺ, പൊട്ടൻഷ്യോമെട്രി. മറക്കരുത്, ഇലക്ട്രോ അനലിറ്റിക്കിനകത്ത് 3 ആളുകളാണ്. പോളറോഗ്രാഫി, ദെൻ വോൾട്ടാമെട്രി, ആൻഡ് ലാസ്റ്റ് വൺ പൊട്ടൻഷ്യോമെട്രി. ദെൻ സെപ്പറേഷൻ ടെക്നിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സെപ്പറേഷൻ ടെക്നിക്സിൽ വരുന്ന 2 പേർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 പേർ, ക്രൊമാറ്റോഗ്രാഫി ആൻഡ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ. സോ സെപ്പറേഷൻ ടെക്നിക്സിൽ 2 പേർ ആരൊക്കെയാണ്? ക്രൊമാറ്റോഗ്രാഫി ആൻഡ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ, തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ്. തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ് അതിനകത്ത് വരുന്ന 3 പേരാണ്. TGA അറിയാമായിരിക്കും, തെർമൽ ഗ്രാവിമെട്രിക് അനാലിസിസ്. ദെൻ DTA, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. DSC, ഡിഫറൻഷ്യൽ സ്കാനിങ് കളറിമെട്രി. ഓക്കെ, സോ ഈ 3 പേരാണ് തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സിനകത്ത് വരുന്നത്. ദെൻ ഫോർത്ത് വൺ, സ്പെക്ട്രോസ്കോപ്പി. AAS ആൻഡ് AES. AAS എന്ന് പറഞ്ഞാൽ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. AES അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, അതർ. കുറച്ചല്ലാതെയുള്ള ടെക്നിക്സ് ഉണ്ട്. എക്സ്റേ, സിം, ടെം, മാസ്, ഇതൊക്കെയാണ് അല്ലാതെ വരുന്ന കുറച്ച് ടെക്നിക്സ്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്സിനെ പ്രധാനമായിട്ടും 5 ക്ലാസിഫൈ ചെയ്യുന്നു. നമ്പർ 1, ഇലക്ട്രോ അനലിറ്റിക്കൽ. ഇലക്ട്രോ അനലിറ്റിക്കിനകത്ത് പ്രധാനമായിട്ടും 3 ആളുകൾ, പോളറോഗ്രാഫി, വോൾട്ടാമെട്രി ആൻഡ് പൊട്ടൻഷ്യോമെട്രി. ദെൻ രണ്ടാമത്തതാണ് സെപ്പറേഷൻ ടെക്നിക്സ്. സെപ്പറേഷൻ ടെക്നിക്സിൽ 2 പേർ ആരൊക്കെയാണ്? ക്രൊമാറ്റോഗ്രാഫി ആൻഡ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ. തേർഡ് വൺ, തെർമോ അനലിറ്റിക്കൽ കെമിസ്ട്രി. തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ്, TGA, DTA ആൻഡ് DSC. Then fourth one, spectroscopic techniques, AAS and AES. Last one, other techniques, that is SEM, TEM, then X-ray, etc. Okay, is it clear? Yes. Okay. Next one, നമ്മൾ ഏറ്റവും നേരത്തെ പഠിച്ചതുപോലെ ഇലക്ട്രോ അനലിറ്റിക്കിലെ പോളറോഗ്രാഫിയാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓരോ ഫീൽഡും വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇന്ന് നമ്മൾ വളരെ കുറച്ച് വിശാലമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് പോളറോഗ്രാഫി. പോളറോഗ്രാഫിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോളറോഗ്രാഫി. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. സോ പോളറോഗ്രാഫിയിൽ
ആദ്യമായിട്ട് അതിന് വേണ്ടുന്ന എന്തെല്ലാം സജ്ജീകരണങ്ങൾ, എന്തെല്ലാം സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്വയർഡ് എലമെൻറ്റ്സ്. ഫസ്റ്റ് നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഫോം ചെയ്തെടുക്കേണ്ടത്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് നമുക്ക് ഫോം ചെയ്തെടുക്കണം. ആ ഇലക്ട്രോലൈറ്റിക് സെല്ല് ഫോം ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ വേണം. നമ്പർ 1, ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് പ്രിപ്പയർ ചെയ്യുവാൻ, പോളറോഗ്രാഫിക്ക് ആവശ്യമായ ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ, അപ്പം മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. നമ്പർ 2, ഡീറേഷൻ പാസിംഗ് നൈട്രജൻ ഗ്യാസ്. ഡീറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കാം നിങ്ങൾക്ക്, ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതാണ്. ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണ് ഡീറേഷൻ, പാസിംഗ് നൈട്രജൻ ഗ്യാസ്. ഓക്കെ. തേർഡ് വൺ, KCl പൊട്ടാസ്യം ക്ലോറൈഡ്. എന്തിനാണ് പൊട്ടാസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആസ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മാക്സിമം സപ്രസേഴ്സ്, കുറച്ച് മാക്സിമം സപ്രസേഴ്സ് ഉണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ, ഓൾ ദ സൊല്യൂഷൻസ് ആർ ഡൈലൂട്ടഡ് ടു 25 ml. അപ്പോൾ എന്തെല്ലാം സൊല്യൂഷൻ എടുക്കുന്നോ എല്ലാ സൊല്യൂഷനിലും 25 ml നമ്മൾ ഡൈലൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ. സോ ഒരിക്കൽ കൂടി പറയുന്നു, പോളറോഗ്രാഫിക്ക് ആവശ്യമായ ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ രണ്ടാമതായിട്ട് ഡീറേഷൻ ചെയ്യുവാൻ പാസിംഗ് നൈട്രജൻ ഗ്യാസ്. തേർഡ് വൺ, KCl പൊട്ടാസ്യം ക്ലോറൈഡ്. എന്തിനാണ്? ആസ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. ഫോർത്ത് വൺ, maximum suppressors, and the last one, all the solutions are diluted to 25 ml. So these are the basic requirements for polarography. Okay, yes. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരു പോളറോഗ്രാം. പോളറോഗ്രാം മീൻസ് ദ ഗ്രാഫ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പോളറോഗ്രാഫി. പോളറോഗ്രാഫിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പോളറോഗ്രാം. ഓക്കെ. സോ ഇൻ പോളറോഗ്രാം ദ ഇലക്ട്രോഡ് യൂസ്ഡ് ഈസ്, മറക്കരുത്, പോളറോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ പേരാണ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പോളറോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ പേരാണ് DME, അതർവൈസ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. ഇനി ഈ ഇലക്ട്രോഡിൻ്റെ കുറച്ച് സവിശേഷതകൾ പഠിക്കാം. ഫസ്റ്റ് വൺ, റേഞ്ച് ഓഫ് DME ഈസ് 0.4 to -2 വോൾട്ട് ആണ്. ഓക്കെ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ റേഞ്ച് എത്രയാണ്? മറക്കരുത്, 0.4 to -2 വോൾട്ട് ആണ്. നെക്സ്റ്റ് വൺ, DME ഇറ്റ് ഈസ് എ മൈക്രോ ഇലക്ട്രോഡ്. DME എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ ഇലക്ട്രോഡാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് അറിയാം, 10⁻⁻⁶. ഓക്കെ, 10⁻⁻⁶ ആണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി, യൂണിറ്റ് പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ടെക്നിക്സ് പറഞ്ഞു തരാം. ഒരു കുഞ്ഞ് പാട്ടുണ്ട്, ഡെസി സെൻറ്റി മില്ലി മൈക്രോ നാനോ പൈക്കോ ഫെംറ്റോ അറ്റോ സെപ്റ്റോ യൊക്ടോ. ഓക്കെ. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ നമുക്ക് പലതവണയും PSക്ക് ചോദിക്കുന്നതാണ്. പല പ്രോബ്ലംസും ചോദിക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഡെസി സെൻറ്റി മില്ലി മൈക്രോ നാനോ പൈക്കോ ഫെംറ്റോ എക്ടോ സെപ്റ്റോ യൊക്ടോ. ഓക്കെ. ഡെസി സെൻറ്റി മില്ലി മൈക്രോ നാനോ പൈക്കോ ഫെംറ്റോ അറ്റോ സെപ്റ്റോ യൊക്ടോ. ഓക്കെ. അപ്പോൾ ഇത് സിമ്പിളാണ്. 10⁻⁻1, 10⁻⁻2, 10⁻⁻3. 3 കഴിഞ്ഞാൽ ഇനി എല്ലാം 3യുടെ മൾട്ടിപ്പിൾസാണ്. 10⁻⁻6, 10⁻⁻9, 10⁻⁻12, 10⁻⁻15, 10⁻⁻18, 10⁻⁻21, 10⁻⁻24.
Okay, so deci, centi, milli, micro, nano, pico, femto, atto, septo, octo. Speedy parayam. Deci, centi, milli, micro, nano, pico, femto, atto, septo, octo. Okay, 10 raised to minus 1, 10 raised to minus 2, 10 raised to minus 3. 1, 2, 3 കഴിഞ്ഞാൽ പിന്നെ 3 യുടെ multiples. 6, 9, 12, 15, 18, 21 and 24. So, നമുക്ക് കിട്ടും 10 raised to minus 6 ആണോ മൈക്രോ, അത്രത്തോളം ചെറിയൊരു ഇലക്ട്രോഡാണ് എന്ത്, DME, ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് എന്ന് പറയാം. സോ ഒരിക്കൽ കൂടി ഡെസി, സെൻറ്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, ഫെംറ്റോ, അറ്റോ, സെപ്റ്റോ, ഒക്ടോ. ഓക്കെ, ഒരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കാം. സോ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്, ഇറ്റ് ഈസ് എ മൈക്രോ ഇലക്ട്രോഡ്. ദെൻ അടുത്ത നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു പറഞ്ഞ കാര്യമാണ്, ഗ്രാഫ് ഓഫ് പോളറോഗ്രാഫി, ഇറ്റ് ഈസ് നോൺ ആസ് പോളറോഗ്രാം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇൻ പോളറോഗ്രാഫി ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് കാഥോഡിക് സർഫസ്. അതായത് ആ ഇലക്ട്രോഡിൻ്റെ ചുറ്റും ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഇമ്പാക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് കാഥോഡിക് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. ഇതിൽ നിന്നായിരിക്കും മേജർ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ പോളറോഗ്രാഫിയുടെ ഗ്രാഫിനെ വിളിക്കുന്ന പേര് പോളറോഗ്രാം. പോളറോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ റേഞ്ച് 0.4 to -2 വോൾട്ട്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് മൈക്രോ ഇലക്ട്രോഡാണ്. ഓക്കെ, ദെൻ അത് കാഥോഡിക് സർഫസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഒരു ബേസിക് ഐഡിയ അബൌട്ട് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളറോഗ്രാം എന്ന് പറയുന്നത്, അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് ഒരു പോളറോഗ്രാം. പോളറോഗ്രാമിൽ I വേഴ്സ് V ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ വേഴ്സ് കറണ്ട്. സോ വി വിൽ ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു കർവാണ് നമുക്ക് പോളറോഗ്രാമിൽ കിട്ടുന്നത്, പോളറോഗ്രാഫിയുടെ പോളറോഗ്രാമിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ടൈപ്പ് കർവാണ്. ഒരു ടൈപ്പ് കർവിൽ തന്നെ 3 ടൈപ്പ് ആളുകളെയാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് നമ്പർ 1. ഓക്കെ, ഇവിടം വരെ നമ്പർ 1, ദെൻ 2, ദെൻ 3. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ കർവ് അല്ലെങ്കിൽ എന്താണ് ഈ ഗ്രാഫ് എന്ന് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. നോക്കാം നമുക്ക്. സോ ഇൻ പോളറോഗ്രാം 3 ടൈപ്സ് ഓഫ് കറണ്ട് ആർ ദെയർ. പോളറോഗ്രാമിൽ എത്ര ടൈപ്സ് കറണ്ട് ആണുള്ളത്? 3 ടൈപ്പ്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. I വേഴ്സ് V ആയിരുന്നു. നമുക്ക് ഗ്രാഫ് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. സോ ദിസ് ഈസ് 1. ഓക്കെ, സോ ഇവിടെ നമ്പർ 1, 2 ആൻഡ് 3. അപ്പോൾ 3 ടൈപ്പ് കറണ്ടാണ് പോളറോഗ്രാമിൽ ഉള്ളത്. ഒന്നാമത്തെ കറണ്ട് ഇറ്റ് ഈസ് റെസിഡ്യുവൽ കറണ്ട്. ഒന്നാമത്തെ കറണ്ട് ഏതാണ്? റെസിഡ്യുവൽ കറണ്ട്. ഓക്കെ, R which is represented by R. രണ്ടാമത്തെ കറണ്ട് ഡിഫ്യൂഷൻ കറണ്ട്. രണ്ടാമത്തെ കറണ്ടാണ് ഡിഫ്യൂഷൻ കറണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ മറക്കരുത്, പോളറോഗ്രാമിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് കറണ്ടാണുള്ളത്. നമ്പർ 1, യെസ്, റെസിഡ്യുവൽ കറണ്ട്. നമ്പർ 2, ഡിഫ്യൂഷൻ കറണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെസിഡ്യുവൽ കറണ്ട്. എന്താണ് റെസിഡ്യുവൽ കറണ്ട്? നമ്മൾ താഴെ ഏറ്റവും നോർമൽ താഴെ ബോട്ടം പോർഷനിൽ കണ്ട ഒരു കറണ്ടാണ് റെസിഡ്യുവൽ കറണ്ട്. എന്താണ് എന്ന് നോക്കാം. റെസിഡ്യുവൽ കറണ്ട് അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് നോൺ ഫാരഡേ കറണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണിത്. റെസിഡ്യുവൽ കറണ്ടിൻ്റെ മറ്റൊരു പേരാണ് നോൺ ഫാരഡേ കറണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദിസ് കറണ്ട് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഓൾ ദ പോളറോഗ്രാഫിക് കർവ്. ഇറ്റ് കനോട്ട് ബി എലിമിനേറ്റഡ്. എല്ലാ പോളറോഗ്രാഫിക് കർവ് ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് റെസിഡ്യുവൽ കറണ്ട്. ഒരിക്കലും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഈവൻ ദേ ഹാവ് യൂസ്ഡ് ദി poor solution, this current will appear. That is why it is called non-Faraday current.
അതായത് നമ്മൾ പ്യൂർ സൊല്യൂഷൻ ചെക്ക് ചെയ്യുമ്പോഴും അവിടെയും ഉണ്ട് റെസിഡ്യുവൽ കറണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു നോൺ ഫാരഡേ കറണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റെസിഡ്യുവൽ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അത് മറക്കരുത്, ഇത് വെച്ച് പലതവണയും ക്വസ്റ്റ്യൻ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളതാണ്. റെസിഡ്യുവൽ കറണ്ട്. ഓക്കെ, റെസിഡ്യുവൽ കറണ്ട്. Residual current, it is directly proportional to concentration. Okay, residual current directly proportional to concentration. അപ്പോൾ ഇത് മറക്കരുത്. അപ്പോൾ ഇതാണ് റെസിഡ്യുവൽ കറണ്ട്. ആ ഗ്രാഫിൽ ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ കണ്ട കറണ്ട്, ഇറ്റ് ഈസ് റെസിഡ്യുവൽ കറണ്ട്. റെസിഡ്യുവൽ കറണ്ടിന്റെ പ്രത്യേകതകൾ ഒരിക്കൽ കൂടി പറയുന്നു. റെസിഡ്യുവൽ കറണ്ട് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് നോൺ ഫാരഡേ കറണ്ട്. നമ്പർ 2, it cannot be eliminated. Even when we check at the pure solution, we can see there is a residual current. Okay, that is why it is called a non-Faraday current. Then one more point, it is residual current, it is directly proportional to concentration. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മറക്കരുത്, ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. റെസിഡ്യുവൽ കറണ്ട് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നു DME, ദാറ്റ് ഈസ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ റേഞ്ച് എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 0.4 to -2 വോൾട്ട് ആണ്. ഓക്കെ, ദെൻ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, റേഞ്ച് പഠിച്ചു. ഇറ്റ് ഈസ് എ മൈക്രോ ഇലക്ട്രോഡ്. ഇറ്റ് ഈസ് എ മൈക്രോ ഇലക്ട്രോഡ്. ഓക്കെ, ദെൻ ഇതാണ് റെസിഡ്യുവൽ കറണ്ട്. നെക്സ്റ്റ് വൺ, ഡിഫ്യൂഷൻ കറണ്ട്. ആ ഗ്രാഫിൽ നമ്മൾ രണ്ടാമത് കണ്ട ആളായിരുന്നു ഡിഫ്യൂഷൻ കറണ്ട്. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് നമുക്ക് നോക്കാം. ദ അയോൺസ് ആർ മൈഗ്രേറ്റഡ് ടുവേർഡ്സ് ദി ഇലക്ട്രോഡ് സർഫസ്, ദെൻ ഇറ്റ് വിൽ ബി കോൾഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അയോൺസ് ഇലക്ട്രോഡ് സർഫസിൻ്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ, because of the concentration gradient, if the ions are migrated and reduced, then the current will be called diffusion current. Concentration gradient in the presence il ions migrate ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഇനി ഡിഫ്യൂഷൻ കറണ്ട് പ്രത്യേകത, ദ ഡിഫ്യൂഷൻ കറണ്ട് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ an equation, it is called Ilkovic equation. Very very important equation, it is Ilkovic equation. Okay, so ഡിഫ്യൂഷൻ കറണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇൽക്കോവിക് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഇൽക്കോവിക് ഇക്വേഷൻ? I max is equal to 708 n d raised to 1 by 2 m raised to 2 by 3 t raised to 1 by 6 into c. അപ്പോൾ ഇക്വേഷൻ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഒന്നുകൂടെ നമുക്ക് എഴുതാം. I max, ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ I max is equal to 708 n d raised to 1 by 2 m raised to 2 by 3 then t raised to 1 by 6 into c. Okay, അപ്പോൾ ഇതിൽ ഓരോ ടേമും n, it is the number of electron transferred. എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, that is the number of electron transferred, that is n. d, it is the diffusion coefficient. d എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ്. Then m is the rate of flow of mercury through the capillary. കാപ്പിലറിയിലൂടെ മെർക്കുറി ഫ്ലോ ചെയ്യുന്ന റേറ്റ് ഓഫ് ഫ്ലോ ആണ് m. Then time, drop time in second ആണ് t. And the last one c, it is the concentration of the electroactive material. ആ പോളറോഗ്രാഫി എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എത്ര ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ എടുത്തോ അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് c എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ കറണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇൽക്കോവിക് ഇക്വേഷൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ 708 n d raised to 1 by 2
m raised to 2 by 3 t raised to 1 by 6 into c. ഓരോ ടേമും പഠിച്ചു വെച്ചിരിക്കുക. n is the number of electron transferred, then d is the diffusion coefficient, m is the rate of flow of mercury through the capillary, then t is the drop time, അല്ലെങ്കിൽ നമുക്ക് പറയാം drop time in second, then c is the concentration of the electroactive material. So this is the diffusion current and the famous equation which is related with the diffusion current. Okay, so ഗ്രാഫിലെ രണ്ട് ആളുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. നമ്പർ 1 residual current, number 2 yes diffusion current. Okay, residual current it is otherwise called yes non-Faraday current. Okay, then diffusion current determined by the equation Ilkovic equation. Imax is equal to 708 n d raised to 1 by 2 m raised to 2 by 3 t raised to 1 by 6 into c. Okay, ഒരിക്കൽ കൂടി ചോദിക്കുന്നു DME, it is a micro electrode. The range of DME it is, tell me, yes 0.42 minus 2 volt. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുക. സോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഹോൾ പോർഷൻ പഠിച്ചു കഴിയും. ഓക്കെ, അതിനുവേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് diffusion current. Okay, next one. Okay, next one it is limiting current. നമ്മുടെ ഗ്രാഫിൽ മൂന്നാമത് നമ്മൾ പരിചയപ്പെട്ട ആളാണ് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് കറണ്ട് എന്ന് നോക്കാം. Once a particular stage is reached, whatever the potential is applied, the average current remains constant. It is called limiting current. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ ഗ്രാഫ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പോളറോഗ്രാമിൽ നമ്മൾ കണ്ട ഗ്രാഫ് ഇങ്ങനെയായിരുന്നു കണ്ടത്. സോ ഇയാളെ നമ്മൾ പരിചയപ്പെട്ടു, രണ്ടാമത്തെ ആളെയും പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ആളെയാണ്. മൂന്നാമത്തെ ആളാണ് ലിമിറ്റിംഗ് കറണ്ട്. ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിയതിന് ശേഷം ഓക്കെ whatever the potential is applied, the average current will be constant. Okay, then it is called limiting current. ഒരിക്കൽ കൂടി പറയുന്നു, once a particular stage is reached, whatever the potential is applied, the average current remains constant. It is called limiting current. എന്നാൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ലിമിറ്റിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു റെസിജ്വൽ കറണ്ട് പ്ലസ് ഡിഫ്യൂഷൻ കറണ്ട്. മറക്കരുത്, ലിമിറ്റിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു റെസിജ്വൽ കറണ്ട് പ്ലസ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് റെസിജ്വൽ കറണ്ട് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്. റെസിജ്വൽ കറണ്ടിൻ്റെയും ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് കറണ്ട്. അപ്പോൾ ഇത് വെച്ച് പലതവണ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ റെസിജ്വൽ കറണ്ട് ഇറ്റ് ഈസ് 6 ampere and the diffusion current it is 2 ampere. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ദെൻ വാട്ട് വിൽ ബി ദ ലിമിറ്റിംഗ് കറണ്ട്? എന്തായിരിക്കും ലിമിറ്റിംഗ് കറണ്ട്? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ അറിയാം. റെസിജ്വൽ കറണ്ടിൻ്റെയും ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയും സമ്മാണ് എന്ത്? ലിമിറ്റിംഗ് കറണ്ട്. സോ ഈസി, ഇറ്റ് ഈസ് 8 ആംപിയർ. അതായിരിക്കും എന്ത്? ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിലും ചോദിക്കാം. ലിമിറ്റിംഗ് കറണ്ടും റെസിജ്വൽ കറണ്ടും തരും, ഡിഫ്യൂഷൻ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറയാം. അപ്പോൾ ലിമിറ്റിംഗ് കറണ്ടിൽ നിന്നും റെസിജ്വൽ കറണ്ട് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേന് അത് നെഗറ്റീവ് ആവും. രണ്ടിൻ്റെയും കൂടി എന്താ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, സോ ഒരിക്കലും മറക്കരുത്, ലിമിറ്റിംഗ് കറണ്ട് ഇറ്റ് ഈസ് ദ സം ഓഫ് റെസിജ്വൽ കറണ്ട് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, അപ്പം നമ്മൾ 3 ആളുകളെയാണ് പരിചയപ്പെടുത്തത്. ഫസ്റ്റ് വൺ, യെസ്, ഇറ്റ് ഈസ് റെസിജ്വൽ കറണ്ട്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ കറണ്ട്, ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സോ ഇതായിരുന്നു ഗ്രാഫ്. ഫസ്റ്റ് റെസിജ്വൽ കറണ്ട് ആയിരുന്നു,
രണ്ടാമത്തത് ഡിഫ്യൂഷൻ കറണ്ട് ആയിരുന്നു. മൂന്നാമത്തത് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അടുത്തൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഗ്രാഫ് ഈസ് നോട്ട് ഷോയിങ് എനി മൈഗ്രേഷൻ കറണ്ട്. ദ ഗ്രാഫ് ഈസ് നോട്ട് ഷോയിങ് എനി മൈഗ്രേഷൻ കറണ്ട്. അപ്പോൾ അതിൽ പോളറോഗ്രാഫിയിൽ ഒരു മൈഗ്രേഷൻ കറണ്ട് ഉണ്ട്, പക്ഷെ അത് ഗ്രാഫിൽ കാണിക്കുന്നില്ല. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ദ ഗ്രാഫ് ഈസ് നോട്ട് ഷോയിങ് എനി മൈഗ്രേഷൻ കറണ്ട്. സോ ദർ ഈസ് എ മൈഗ്രേഷൻ കറണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് നോക്കാം. ഹൗ ദിസ് മൈഗ്രേഷൻ കറണ്ട് ഈസ് ഒറിജിനേറ്റഡ്. എങ്ങനെയാണ് ഈ മൈഗ്രേഷൻ കറണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. ഗ്രാഫിൽ എപ്പോഴും നിങ്ങൾക്ക് 3 ടൈപ്പ് കറണ്ട് മാത്രമേ കാണാൻ സാധിക്കൂ. റെസിജ്വൽ കറണ്ട്, ദെൻ ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, ഇനി ഗ്രാഫിൽ കാണിക്കാത്ത ഒരു കറണ്ട് അവിടെ ഉണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മൈഗ്രേഷൻ കറണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. How this migration current is originated. ശ്രദ്ധിക്കൂ, iron should migrated to the electrode surface by the application of potential difference. But here, even we are not applying the potential difference, the migration current is developed. It is due to opposite charge interaction between electrode surface and ions in the solution. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അയോൺസ് എന്ത് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അയോൺസ് ഷുഡ് മൈഗ്രേറ്റ് ടു ദി ഇലക്ട്രോഡ് സർഫസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ബട്ട് ഹിയർ ഇവിടെ ഈവൻ വി ആർ നോട്ട് അപ്ലൈയിങ് എനി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദർ ഇസ് എ മൈഗ്രേഷൻ കറണ്ട്. എന്താണ് കാരണം? മറക്കരുത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഓപ്പോസിറ്റ് ചാർജ് ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി opposite charge interaction between electrode surface and ions in this solution. ഇലക്ട്രോഡ് സർഫസും സൊല്യൂഷനിലുള്ള അയോൺസും തമ്മിലുള്ള ഓപ്പോസിറ്റ് ചാർജ് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കറണ്ടാണ് മൈഗ്രേഷൻ കറണ്ട്. ഓക്കെ ആണല്ലോ, മറക്കരുത്. ബട്ട് ഇറ്റ് കനോട്ട് ബി സീൻ ഓൺ ദി ഗ്രാഫ്. ഇതൊരിക്കലും ഗ്രാഫിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇനി ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ബൈ യൂസിങ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ദിസ് ഇൻട്രാക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് പ്രിവെൻറ്റ് മൈഗ്രേഷൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പോളറോഗ്രാഫിയിൽ പ്രധാനമായിട്ടും നമ്മൾ 5 റിക്വയർഡ് എലമെൻറ്റ്സ് ആയിരുന്നു എടുത്തത്. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ, രണ്ടാമത് ഡിയറേഷൻ പാസിംഗ് നൈട്രജൻ ഗ്യാസ്, മൂന്നാമത് നമ്മൾ എടുത്ത ഒരാളാണ് KCl പൊട്ടാസ്യം ക്ലോറൈഡ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ആസ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ മനസ്സിലായി കാണും എന്തിനാണ് KCl എടുത്തത്, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ്. സോ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദി മൈഗ്രേഷൻ കറണ്ട്. ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാതെയും ഓപ്പോസിറ്റ് ചാർജ് ഇൻട്രാക്ഷൻ വഴി ഉണ്ടാകുന്ന മൈഗ്രേഷൻ കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ കൊടുക്കുന്നത്. ഓക്കെ, സോ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തത് KCl ആയിരുന്നു, പൊട്ടാസ്യം ക്ലോറൈഡ് ആയിരുന്നു. സോ ഇതാണ് മൈഗ്രേഷൻ കറണ്ടിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ മൈഗ്രേഷൻ കറണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മൈഗ്രേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഗ്രാഫിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല, അല്ലാതെ തന്നെ ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കറണ്ടാണ്. ആ കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു ചോദ്യം വരാം, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എങ്ങനെ സെലക്ട് ചെയ്യും? എങ്ങനെ നമുക്ക് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഹൗ ടു സെലക്ട് ദ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ സെലക്ട് ചെയ്യുന്നത്? നമ്പർ 1, അറ്റ് ദി ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദി സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ഷുഡ് നോട്ട് ബി റെഡ്യൂസ്ഡ്. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്താണ്, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. അറ്റ് ദ ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, യെസ്, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് should not be reduced. Supporting electrolyte should not be reduced. Number 2, then the concentration of the supporting electrolyte is 100
times greater than that of the electroactive material. നമ്മൾ ഈ പോളറോഗ്രാഫിയിൽ ഇലക്ട്രോആക്റ്റീവ് മെറ്റീരിയൽ എത്ര എടുക്കുന്നു അതിൻ്റെ 100 times ഗ്രേറ്റർ എന്തെടുത്തിരിക്കണം, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കണം. എങ്കിലേ മൈഗ്രേഷൻ കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിന് പറ്റും. ഓക്കെ, സോ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്പർ 1, at a given potential difference supporting electrolyte should not be reduced. സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യരുത്, റെഡ്യൂസ് ചെയ്യരുത്. രണ്ടാമത്തത്, യെസ്, the supporting electrolyte is 100 times greater than that of the electroactive material. ഇലക്ട്രോആക്റ്റീവ് മെറ്റീരിയലിനേക്കാളും 100 times greater ആയിട്ട് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് മൈഗ്രേഷൻ കറണ്ടും മൈഗ്രേഷൻ കറണ്ടിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റും സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു വരാം. ഫസ്റ്റ് DME, ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ റേഞ്ച് എത്രയാണ്? യെസ്, 0.4 to -2 വോൾട്ട് ആണ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഇലക്ട്രോഡാണ്? ഇറ്റ് ഈസ് എ മൈക്രോ ഇലക്ട്രോഡാണ്. ഓക്കെ, ദെൻ പോളറോഗ്രാമിൽ പ്രധാനമായിട്ടും എത്ര ടൈപ്പ് കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റും? ഓൺലി 3. വിച്ച് ആർ ദേ? ഫസ്റ്റ് വൺ റെസിഡ്യുവൽ കറണ്ട്, സെക്കൻഡ് വൺ diffusion current, and third one limiting current. Okay, residual current, it is otherwise called non-Faraday current. Okay, non-Faraday current. It cannot be eliminated. എന്താ കാരണം? Even in the pure solution there will be residual current. Okay, then residual current കഴിഞ്ഞ് diffusion current പഠിച്ചു. ഡിഫ്യൂഷൻ കറണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു ഇൽക്കോവിക് ഇക്വേഷൻ. 708 into n d raised to 1/2 m raised to 2/3 t raised to 1/6 into c. 708 n d raised to 1/2 m raised to 2/3 t raised to 1/6 into c. ഓരോ ടൈമും പഠിച്ചു വെച്ചിരിക്കും. മൂന്നാമത് ലിമിറ്റിംഗ് കറണ്ട്. ലിമിറ്റിംഗ് കറണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ലിമിറ്റിംഗ് കറണ്ട്, ഇറ്റ് ഈസ് ദ സം ഓഫ് റെസിഡ്യുവൽ കറണ്ട് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ദെൻ നാലാമത് പഠിച്ചത് ഗ്രാഫിൽ കാണാത്ത ഒരാൾ, ഇറ്റ് ഈസ് മൈഗ്രേഷൻ കറണ്ട്. എങ്ങനെ മൈഗ്രേഷൻ കറണ്ട് ഡെവലപ്പ് ചെയ്തു, മൈഗ്രേഷൻ കറണ്ടിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, എന്തുപയോഗിച്ചാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിനെ സെലക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ 2 കണ്ടീഷൻ. ഒന്ന്, നോർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. 2, ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയലിനേക്കാൾ 100 times ഗ്രേറ്റർ ആയിട്ട് എന്തെടുത്തിരിക്കണം? സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ചൂസ് ചെയ്തിരിക്കണം. ദീസ് ആർ ദ മേജർ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കാം. നെക്സ്റ്റ് വൺ, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. പുതിയൊരു ടേമാണ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. എന്താണ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്. The potential corresponds to half of the diffusion current. ഡിഫ്യൂഷൻ കറണ്ട് ഹാഫ് ആവുമ്പോഴേക്കുമുള്ള പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു. The potential corresponds to half of the diffusion current. The potential corresponds to half of the diffusion current. It is called half wave potential. This half wave potential to be constant for a particular metal in a solvent. അതായത് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ, അതർവൈസ് വി ക്യാൻ റെപ്രസെന്റ് ഇ ഹാഫ്. ഓക്കെ, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഹാഫ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സോൾവെന്റിലും ഒരു പർട്ടിക്കുലർ മെറ്റലിൻ്റെ ഇ ഹാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മെഥനോൾ എന്ന് പറയുന്ന ഒരു സോൾവെന്റ് എടുക്കുകയാണ്. മെഥനോളിൽ നമ്മളൊരു മെറ്റൽ എടുക്കുന്നു, അലൂമിനിയം എന്ന് പറയുന്ന മെറ്റൽ എടുക്കുന്നു. അപ്പം മെഥനോളിൽ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഇ ഹാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ ഈ മെഥനോൾ മാറ്റി മറ്റൊരു സോൾവെന്റ് എടുക്കുന്നു, KI, പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുന്ന സോൾവെന്റ് എടുക്കുന്നു. ദെൻ എന്ത് സംഭവിക്കും? അലൂമിനിയത്തിൻ്റെ ഇ ഹാഫ് ചേഞ്ച് ചെയ്യും. ഓക്കെ, പക്ഷെ ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഇ ഹാഫ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും.
അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ടു ബി കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ മെറ്റൽ ഇൻ എ സോൾവെന്റ്. If the solvent is changed, then the E half also will be shifted. അതാണ് ഞാൻ പറഞ്ഞത്. മെഥനോൾ മാറ്റി മറ്റൊരു KI എന്ന് പറയുന്ന ഒരു സോൾവെന്റ് എടുക്കുകയാണെങ്കിൽ E half മാറും. ഓക്കെ, സോ ദ E half ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി solvent used. This principle is used for qualitative analysis. Qualitative analysis പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ അൺനോൺ ആയിട്ടുള്ള ഒരു മെറ്റൽ തരികയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു പർട്ടിക്കുലർ ഇപ്പം മെഥനോൾ എടുക്കുന്നു. മെഥനോൾ എടുത്തിട്ട് നമുക്ക് ആ അൺനോൺ മെറ്റൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ E half കിട്ടും. അപ്പം മെഥനോളിൽ പല എലമെൻറ്റുകൾ അല്ലെങ്കിൽ പല മെറ്റൽസിൻ്റെ E half കോൺസ്റ്റൻ്റ്. അപ്പം നമുക്ക് ഏത് മെറ്റലാണ് അത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. എന്താണ്? E half ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സോൾവെന്റ് യൂസ്ഡ്. ഇഫ് ദ സോൾവെന്റ് ഈസ് ചേഞ്ച്ഡ് E half ആൾസോ വിൽ ബി ഷിഫ്റ്റഡ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E half. അപ്പം E half എന്ന് പറയുന്നത് the potential corresponds to half of the diffusion current. മറക്കരുത്, the potential corresponds to half of the diffusion current. It is called a half wave potential. Okay, next one, polarographic maximum. Polarographic maximum. അപ്പോൾ ഈ പേജിൽ നിങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല, മറന്നുപോയതല്ല, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. നമ്മൾ പോളറോഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. നമ്മൾ ഗ്രാഫ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. ഇങ്ങനെ ഒരു ഗ്രാഫാണെന്നു പോളറോഗ്രാമിൽ കിട്ടിയിരുന്നത്. എന്നാൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഇവിടെയായിട്ടൊരു ബൾജിങ് പോർഷൻ കാണാം. മനസ്സിലായോ? ഈ ഗ്രാഫിൽ ഇവിടെ എന്താണ്? ഒരു ബൾജ് ചെയ്ത് ഒരു പീക്ക് പോലെ, ഒരു ഹമ്പ് പോലെ ഒരു റീജിയൻ കാണാം. ഇറ്റ് ഈസ് കോൾഡ് പോളറോഗ്രാഫിക് മാക്സിമം. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് പോളറോഗ്രാഫിക് മാക്സിമ. മാക്സിമം എന്നും പറയും, മാക്സിമ എന്നും പറയും. ഓക്കെ, സോ വെൻ വി ലുക്കിംഗ് ദ പോളറോഗ്രാം we can see a hump region. Okay, so it is called polarographic maxima. അപ്പം ഗ്രാഫ് മറക്കരുത്. I വേഴ്സ് V വരയ്ക്കുമ്പോൾ ഒരു ഹമ്പ് റീജിയൻ നമുക്ക് ഗ്രാഫിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പോളറോഗ്രാഫിക് മാക്സിമ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. While running to the polaragram, in addition to the normal polarographic current, a hump peak is seen. Okay, normal polarographic കറണ്ടിനേക്കാൾ മാറ്റി ഒരു ഹമ്പ് റീജിയൻ നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ഡ്യൂ ടു പോളറോഗ്രാഫിക് മാക്സിമ. ഇതെന്താണ്? പോളറോഗ്രാഫിക് മാക്സിമ കൊണ്ടാണ്. റീസൺ എന്താണ്? റീസൺ എന്ന് നോക്കാം. ഓൺസ് ദ ഡ്രോപ്ലെറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഇലക്ട്രോഡ്. ഇലക്ട്രോഡിൽ നിന്നും, അതായത് നിങ്ങൾക്ക് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ഇറ്റ് ഈസ് ഒരു ട്യൂബാണ്, ഒരു നാനോ ട്യൂബാണ്. അപ്പോൾ ഇതിവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെർക്കുറി ലൈറ്റ് ആയിട്ട് ഇവിടെ ആദ്യം ഒരു കുഞ്ഞു ഡ്രോപ്പ് ഇങ്ങനെ ഫോം ചെയ്യും. അതിങ്ങനെ ടൈം മാറും തോറും അത് വലിയ വലിയ ബബിളായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് ഒരു വലിയ ഡ്രോപ്പ് ആകുമ്പോൾ അതെന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഒരു കുഞ്ഞു മോളിക്യൂള്, കുഞ്ഞ് ബബിള് വരും. അത് വീണ്ടും ഡ്രോപ്പ് ഇങ്ങനെ വലുതായി വലിയ ഡ്രോപ്പ് ആവും. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ആ ഡ്രോപ്പ് എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ ഒരു ഘടന. സോ ഓൺ ദ ഡ്രോപ്പ് ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഇലക്ട്രോഡ്. there is some agitation between liquid and electrode surface. അപ്പോൾ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൽ നിന്ന് ഒരു ഡ്രോപ്പ് മെർക്കുറി ഡിറ്റാച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, ദെൻ ഈ ലിക്വിഡും അവിടുത്തെ ഇലക്ട്രോഡ് സർഫസുമായിട്ടൊരു അജിറ്റേഷൻ, ഒരു മിംഗ്ലിങ്, ഒരു അജിറ്റേഷൻ സംഭവിക്കും. ഓക്കെ, ഈ അജിറ്റേഷൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്ന ഒരു പീക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ സർഫസ് അജിറ്റേഷൻ, it is very important, in order to avoid the surface agitation, some high molecular weight substance
Some high molecular weight substance such as agar-agar, Titrex, cellulose acetate is added to the solution. അതായത് ഈ ലിക്വിഡും ഇലക്ട്രോഡ് സർഫസും തമ്മിലുള്ള ഒരു അജിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സബ്സ്റ്റൻസ്, ഹൈ മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒന്നുകിൽ അഗർ അല്ലെങ്കിൽ സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ ടൈട്രക്സ്, അതുപോലെ തന്നെ എഴുതിയിട്ടില്ല മറ്റൊരെണ്ണമാണ് ജെലാറ്റിൻ. ഇതെല്ലാം എന്താ? സർഫസ് അജിറ്റേഷൻ ഒഴിവാക്കുവാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഹൈ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ ടൈട്രക്സ്, സെല്ലുലോസ് അസറ്റേറ്റ്, അഗർ, ജെലാറ്റിൻ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി സർഫസ് അജിറ്റേഷൻ, പോളറോഗ്രാഫിക് മാക്സിമ ഹമ്പ് ഉണ്ടാകാതെ, ആ അജിറ്റേഷൻ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഹൈ മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഗർ, ടൈട്രക്സ്, സെല്ലുലോസ് അസറ്റേറ്റ് ആൻഡ് ജെലാറ്റിൻ എക്സെട്ര. ഓക്കെ, സോ നമുക്ക് ഈ ഹമ്പ് റീജിയൻ ഇല്ലാതെയാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് ഇവയൊക്കെ. ക്ലിയർ? അപ്പം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ടെൽ മീ. യെസ്, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് മൈഗ്രേഷൻ കറണ്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, മൈഗ്രേഷൻ കറണ്ട്, ഓപ്പോസിറ്റ് ചാർജ് ഇൻട്രാക്ഷൻ വഴി ഉണ്ടാകുന്ന മൈഗ്രേഷൻ കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്, KCl പോലുള്ള സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? അജിറ്റേഷൻ, സർഫസ് അജിറ്റേഷൻ ഒഴിവാക്കുകയാണ്. എവിടെയാ? പോളറോഗ്രാഫിക് മാക്സിമ, ആ പീക്ക് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു സർഫസ് അജിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അഗർ, ടൈട്രക്സ്, സെല്ലുലോസ് അസറ്റേറ്റ്, ജെലാറ്റിൻ തുടങ്ങിയ സബ്സ്റ്റൻസസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്.